ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ചെയിൻ ഓഫ് ലൈഫ്, ഒറ്റയുള്ളൊരു ജീവിയും എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ക്ലാസ് തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഇമോജി ഇട്ടേടാ, നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ നിങ്ങളുടെ ഒരു എനർജി. ഓക്കെ, വേഗം വേഗം പോരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ 5ാം ക്ലാസ്സിൽ ചാപ്റ്റർ എടുക്കാനാണ് വന്നിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദ ചെയിൻ ഓഫ് ലൈഫ് അല്ലേ? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒറ്റയുള്ളൊരു ജീവിയും എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വീട്ടിൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് താമസിക്കുന്നവരാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ അനീത്തിയോ അനിയനോ ഇവരെല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെ? ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷൻസിനെ കുറിച്ചിട്ടും അവ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടും അവ തമ്മിലുള്ള പരസ്പര സഹകരണങ്ങളെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒട്ടും ടൈം കളയുന്നില്ല, നേരെ മിസ് എന്താണ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മക്കളെ നോക്കിയേ, നല്ല അടിപൊളി ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഇരുന്ന് പറക്കുന്നുണ്ട്. എന്ത് കളറാണ്? യെസ്, ബ്ലൂ കളറാണ്. തൊട്ട് അപ്പുറത്തായിട്ട് എന്തുണ്ട്? നമ്മുടെ മാക്രോ അതെന്താണ്? തവള ഇടക്ക് നാക്കൊക്കെ പുറത്തൊക്കെ ഇടുന്നുണ്ട്. പിന്നെ താഴെ ആരാണ്? പാമ്പിരിക്കുന്നുണ്ട് അല്ലേ? ഒരു കുഞ്ഞി പാമ്പിരിക്കുന്നുണ്ട്. കുഞ്ഞിതല്ല, കുറച്ച് വലുതാണല്ലേ? അതിന്റെ വായിൽ എന്തുണ്ട്? ആ മാക്രോ തവള, ഫ്രോഗ് ഉണ്ട്. ഇനി തൊട്ടപ്പുറത്ത് ആരാണ്? കഴുകനാണല്ലേ? കഴുകൻ അതെന്താണ്? പാമ്പിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ളൊരു കണക്ഷൻ കണ്ടെത്താൻ പറ്റും. ആ ബട്ടർഫ്ലൈ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നേരെ എങ്ങോട്ടേക്ക് വന്നു? ഫ്രോഗിനടുത്തേക്ക് എത്തി. ഇപ്പൊ ഫ്രോഗ് എന്ത് ചെയ്ത്? നാക്കും പിടിച്ചങ്ങ് തിന്നു കളഞ്ഞു അതിനെ. ഓക്കെ, അങ്ങനെ ഫ്രോഗ് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് സെറ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ ചാടി പോകുന്ന സമയത്താണ് നമ്മുടെ പാമ്പ് തവളച്ചേട്ടനെ കണ്ടത്. തവളേനെ പിടിച്ചങ്ങ് പാമ്പ് വിഴുങ്ങി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാമ്പിന്റെ വിശപ്പൊക്കെ മാറി സെറ്റായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് ഉറങ്ങിയിരുന്ന സമയത്താണ് നമ്മുടെ കഴുകൻ ചേട്ടൻ ആ വഴി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പാമ്പിനെ റെസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും കഴുകൻ എന്ത് ചെയ്ത്? അതിനെ കൊത്തിപ്പിടിച്ച് തിന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ബട്ടർഫ്ലൈനെ ആഹാരമാക്കുന്ന ഫ്രോഗിനെ ആഹാരമാക്കുന്ന പാമ്പിനെ ആഹാരമാക്കുന്ന എന്ത്? പരുന്തല്ലി, കഴുകൻ എന്ന് പറയുന്നു. അപ്പൊ ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ ഭക്ഷണം, നമ്മുടെ ഫ്രോഗിന്റെ ഭക്ഷണമാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. പാമ്പിന്റെ ഭക്ഷണമാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പരുന്തിന്റെ അല്ലെങ്കിൽ കഴുകന്റെ ഭക്ഷണമാണ് പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ പറഞ്ഞ ബട്ടർഫ്ലൈയുടെ എണ്ണം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ തവളച്ചേട്ടന് ആഹാരമില്ലാതെ വിശന്ന് ഇങ്ങനെ നടക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ തവള അങ്ങ് നശിച്ചു പോവുകയാണ്. അതായത് വിശന്ന് അങ്ങ് നശിച്ചു പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ തവളയുടെ അളവ് കുറഞ്ഞാൽ എന്താണ്? പാമ്പിന്റെ എണ്ണവും കുറയും. കാരണം പാമ്പിനും ആഹാരം കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരുത്തരും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ആ ഒരു കണക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? നമ്മുടെ പൊന്മാൻ അല്ലേ സാർ? യെസ്, പൊന്മാൻ വന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞു മീനുകളെ പിടിച്ചുകൊണ്ട് പോണേ, കുഞ്ഞു മീനുകളില്ലേ, കുഞ്ഞു ഫിഷിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതെന്തായിരിക്കും? അതിൻ്റെ ആഹാരം അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കിങ് ഫിഷറിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അതിൻ്റെ വീട് നദീതീരത്തോ അല്ലെങ്കിൽ എന്താണ് വല്ല പോൺസിൽ, അതായത് വല്ല തടാകത്തിനടുത്തോ അല്ലെ കുളത്തിനടുത്തൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ആ ഒരു വീഡിയോ നിന്ന് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് കിങ്ഫിഷർ അല്ലെങ്കിൽ നമ്മുടെ പൊന്മാൻ ഈ പറയുന്ന കുളത്തിനടുത്ത് അല്ലെങ്കിൽ റിവറിനടുത്ത് അല്ലെങ്കിൽ പോണ്ടിനടുത്ത് വീട് വെച്ച് താമസിക്കുന്നത്. അതിൻ്റെ ഭക്ഷണം എന്താണ്? ഈ പറഞ്ഞ പുഴയുടെ ഉള്ളിലെ മീനാണ് അല്ലെ? റിവറിൻ്റെ ഉള്ളിലെ മീനാണ് അല്ലെ? പോണ്ടിൻ്റെ ഉള്ളിലെ മീനാണ്. അതാണ് ഭക്ഷണം. അപ്പൊ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്താണ് നമ്മുടെ പൊന്മാൻ ചേട്ടൻ എന്ത് ചെയ്തിരിക്കുന്നത്? താമസമാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അവരുടെ ഭക്ഷണ രീതികളും അവരുടെ ആവാസം എന്നുള്ള താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവരുടെ ആ ഒരു താമസിക്കുന്ന സ്ഥലവുമായിട്ട് എന്താണ് ബന്ധമുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. ദ കിങ്ഫിഷർ ലിവ് ഇൻ ദ ബോറോസ് ഓൺ റിവേഴ്സ് banks or near ponds and they mostly choose a place near the water source when they can fish. അതായത് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള ഈ പറഞ്ഞ മാളങ്ങളിലൊക്കെയാണ് പൊന്മാൻ എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ വെള്ളം അടുത്തുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പുഴയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുളമോ ഒക്കെ അടുത്തുള്ളതിൻ്റെ അടുത്ത് തന്നെ അത് താമസിക്കുന്നതിൻ്റെ കാര്യം മീൻ പിടിക്കാൻ പറ്റും സൗകര്യത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് അവർ അങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ എന്താണ്? എല്ലാ ജീവജാലങ്ങളും അവരുടെ ആഹാര രീതികളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാടാ? ആട്
ആട് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാവിലേക്ക് കഴിക്കുന്നത്. അതൊരു സസ്യഭാഗമല്ലേ? അപ്പോൾ ആടുണ്ട്, അത് കറക്റ്റാണ്. ഇനി അതുപോലെ തന്നെ എന്താണ്? മാനുണ്ട്. മാനും അതുപോലെ പുല്ലൊക്കെ തിന്നിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ഇനി റാബിറ്റ്, മുയലും അതെ, പുല്ലൊക്കെ തിന്ന്. ജിറാഫും അതെ. ഇനി നിങ്ങൾക്കറിയാമോ വേറെ ഏതെങ്കിലും പുല്ല് തിന്നിട്ടുള്ള ജീവിനെ ഏതെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേടാ. മിസ് നോക്കട്ടെ നിങ്ങളുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയട്ടെ. നിങ്ങൾക്ക് GK ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുപാടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? യെസ്, എന്താണ്? പശു വരുന്നുണ്ട്. പശു എന്താണ്? പുല്ലല്ലേ കഴിക്കുന്നത്, സസ്യഭാഗങ്ങളല്ലേ കഴിക്കുന്നത്. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ വേഗം കമന്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. ഏതൊക്കെയാണ് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളുള്ളത്, ഏതൊക്കെയാണെന്നുള്ളത് വേഗം കമന്റ് ബോക്സിലേക്ക് ഇട്ടോളൂ കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു പിക്ചറിലേക്ക് ഒന്ന് നോക്കി ആരൊക്കെയാണുള്ളത് നോക്കി. എന്താണ്? ഒരു പാടത്തിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. തവളച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്, പുൽച്ചാടി ഇരിക്കുന്നുണ്ട്, പിന്നെ ആമ പോകുന്നുണ്ട്, ഒച്ചുണ്ട്, പിന്നെ എന്താണ്? കഴുകനുണ്ട്, പിന്നെ തുമ്പിപ്പെണ്ണേ. ആ തുമ്പിയൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന പിക്ചറിലുണ്ട് അല്ലേ? ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെ നമ്മുടെ സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. അതായത് കുഞ്ഞു ചെറുമീനുകളുണ്ട്. ആ കുളത്തിൽ എന്താണ്? കുറച്ച് കുഞ്ഞു ചെറുമീനുകളുണ്ട്. ഈ ചെറുമീനുകൾ എന്തിനെയാണ്? സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. ഓക്കെ, സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. പക്ഷെ എന്താണ്? അവരിങ്ങനെ ആഹാരമാക്കി, അതായത് കുഞ്ഞു സസ്യങ്ങളെയൊക്കെ ആഹാരമാക്കിയിരിക്കുമ്പോൾ അവിടെ ആര് വന്ന് നിൽക്കുന്നുണ്ട്? ആരാണുള്ളത് മക്കളെ? ആരാണുള്ളത്? കൊക്കിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊക്ക്. ആ കൊക്ക് ചെയ്യുന്നുണ്ട് ആ മത്സ്യത്തിന്, അല്ലെങ്കിൽ ആ ഫിഷിനെ, അല്ലെങ്കിൽ ആ മീനിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് കൊടുത്തത്. അതിൽ നിന്നപ്പോൾ നമുക്കൊരു കണക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റ്സിൽ നിന്നിട്ടായിരിക്കും. ഓക്കെ, സസ്യങ്ങളിൽ നിന്നിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആ ഒരു ഭക്ഷണത്തിൻ്റെ രീതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സസ്യങ്ങളുടെ ഭക്ഷണം, അതായത് ഇപ്പോൾ ഈ സ്മോൾ ഫിഷ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്. അതുപോലെ പുഴുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സ്മോൾ ഫിഷസിനെ ആര് കഴിക്കുന്നുണ്ട്? ലാർജ് ഫിഷസ് കഴിക്കുന്നുണ്ട്. അതുപോലെ തവള, ഫ്രോഗ് കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരാര് കഴിക്കുന്നുണ്ട്? ക്രെയിൻ, കൊക്ക് കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ്? ഓരോരുത്തരുടെയും ഭക്ഷണ രീതികൾ അനുസരിച്ച് ഒരു ശൃംഖല തന്നെ പോകുന്നുണ്ട്, ഒരു ചെയിൻ തന്നെ പോകുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ പ്ലാന്റ്സിനെ കഴിക്കുന്ന വേറെ ആരാണുള്ളത് ഇവിടെ? വേറെ ആരാണ്? ഡീർ ഇല്ലടാ. യെസ്, ഡീർ ഉണ്ട്. ഇനി പുഴുവിനെ കഴിക്കുന്നത് ആരാണ്? പുഴുവിന് ആര് കഴിക്കും? പുഴുവിന് ആരാണ് കഴിക്കുന്നത്? നമ്മുടെ കോഴിച്ചേട്ടനൊക്കെ കഴിക്കില്ലേ? കോഴി അല്ലേ? ഹെന്ന് കഴിക്കും. ഹെന്നിന് ആര് കഴിക്കും? ഫോക്സ്, കുറുക്കന്മാർ കഴിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പ്ലാന്റ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്യത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളൊക്കെയാണ് കൊടുത്തിട്ട് തന്നെ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിന് നമ്മുടെ ആരാണ്? റാബിറ്റ് കഴിക്കുന്നത്. റാബിറ്റിന് ആരാണ് കഴിക്കുന്നത്? സിംഹം കടുവയൊക്കെ കഴിക്കുമല്ലേ? ഗ്രാസോപ്പറിന് ആര് കഴിക്കുന്നുണ്ട്? ഫ്രോഗ് കഴിക്കുന്നുണ്ടടാ. ഓക്കെ, അങ്ങനെ ഓരോരുത്തരും കഴിക്കുന്ന ആ ഒരു ശൃംഖലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക, കാരണം ഇങ്ങനത്തെ കാണാറുണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി ഫുഡ് വെബ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സസ്യത്തിന് ആഹാരമാക്കുന്ന ഇന്നാള്, അതിന് ആഹാരമാക്കുന്ന അടുത്ത ആള്. അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഇങ്ങനെ ഓരോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈ പരസ്പര ബന്ധത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ്, അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ? അതായത് ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ചെടീനെ ആര് കഴിക്കുന്നുണ്ട്? പുഴു കഴിക്കുന്നുണ്ട്. പുഴുവിനെ ആര് കഴിക്കുന്നുണ്ട്? കോഴിച്ചേട്ടൻ കഴിക്കുന്നുണ്ട്. കോഴീനെ ഫോക്സ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടീനെ കഴിച്ച് ജീവിക്കുന്ന ആരുണ്ട്? ഗ്രാസ്ഹോപ്പർ, പുൽച്ചാടിയുണ്ട്. പുൽച്ചാടിനെ കഴിക്കുന്ന തവളച്ചേട്ടനുണ്ട്. തവളേനെ കഴിക്കുന്ന പാമ്പുണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തുള്ള ഇവ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെയാണ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ആ ഒരു ഇതിനെ, ആ ഒരു പരസ്പര ബന്ധത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ്, അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ആഹാര ശൃംഖലാ ജാലം എന്താണ്? നമ്മുടെ ചുറ്റുപാട് മാത്രമല്ല, കടലിലും ഉണ്ട്. അതായത് സീ ഓൾസോ ഹാവ് ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. അതായത് കടലിലും വിവിധ തരത്തിലുള്ള ആഹാര ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം. ഇതൊക്കെ കുറച്ച് മീനുകളുടെ കാര്യങ്ങളാണ് അല്ലേ? കുറേ മീനുകൾ, ഷാർക്കാണല്ലേ ഇത് കടലാമയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി ഷാർക്കിൻ്റെ ആഹാരം എന്താണെന്നറിയാമോ? അതായത് ചെറിയ മീനുകളും അതുപോലെ കടലാമീനൊക്കെയാണ്. ഇനി മത്തി നമുക്കറിയാലോ. അതായത് നമ്മുടെ വീട്ടിൽ മത്തി വറുത്തത്, ചാള വറുത്തതൊക്കെ തരാറുണ്ട്. നല്ല എന്താണ്? കുരുമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് തേച്ച്, നല്ല ഉപ്പും കുരുമുളകും, പിന്നെ അതുപോലെ തന്നെ എന്താണ് മുളക് പൊടിയും അങ്ങനെയുള്ളതൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് നമ്മുടെ ടേബിളിൽ കൊണ്ടുപോയി നമ്മുടെ പ്ലേറ്റിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. ഓക്കെ, അത് ഭക്ഷണമാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതിനെ ഭക്ഷണമാക്കുന്നുണ്ട്. അതല്ലാതെ ഈ മത്തി എന്താണ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാടാ?
ചിന്തിച്ചിട്ടുള്ള ആൾക്കാരൊന്ന് തമ്പ് കാണിച്ചേ എന്തൊക്കെയാണ്? കുഞ്ഞി സ്മോൾ ഫിഷസ്, അതായത് കുഞ്ഞി ചെറു മീനുകളെയൊക്കെ നമ്മുടെ മത്തി ആഹാരം, അതിൻ്റെ ഭക്ഷണം അതാണ്. നമ്മുടെ മത്തി എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരമാക്കുന്നുണ്ട്. അതുപോലെ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ ഒരു സസ്യമാണ് കേട്ടോ, അതിനെയും ആഹാരമാക്കുന്നുണ്ട്. ഇനി അതുപോലെ കടലാമ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ ആ കടലിലുള്ള സസ്യഭാഗങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മീനുകളെയൊക്കെയാണ് കടലാമ ആഹാരമാക്കുന്നത്. അതുപോലെ ചെറുമീനുകൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്ലാങ്ക്ടൺ ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന സമുദ്രത്തിലും അതുപോലെ ജലാശയത്തിലൊക്കെ കാണുന്ന ഒരു സസ്യത്തിനെയാണ് ഈ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ പ്ലവകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് ഭക്ഷണമാക്കുന്നത്. അപ്പോൾ അത് പ്ലാങ്ക്ടൺ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ, ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഈ സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? സീനറിയിലൊക്കെ നമ്മുടെ ഫോണിലൊക്കെ ഇടയ്ക്ക് സ്ക്രീൻ സേവർ ആയിട്ടൊക്കെ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. പ്ലാങ്ക്ടൺ ആർ ദ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ ദ വാട്ടർ ബോഡീസ്. ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകുന്ന, അതായത് വളരെ ഫ്രീ ആയിട്ട് ഒഴുകുന്ന ചെറിയ സസ്യങ്ങളെ, സ്മോൾ പ്ലാന്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്ലാങ്ക്ടൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് കൂടുതൽ സമുദ്രം എന്ന ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീ എന്ന് പറയുന്ന, അല്ല ഓഷൻ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലെ പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ ഉൽപാദകരാണ് ആര്? പ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളെയൊക്കെ നമ്മൾ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമുദ്രത്തിലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉൽപാദകരാണ് എന്ത്? പ്ലവകങ്ങൾ അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്നത്. ഇനി ജീവനുള്ളതും ജീവനില്ലാത്തതും, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന എന്താണ്? ലിവിങ് തിങ് അല്ല, ജീവനില്ലാത്തതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് അതെന്താണ്? ജീവനില്ലാത്തതാണ് അല്ലേ? നിങ്ങൾ ഇരിക്കുന്ന ചെയർ അതെന്താണ്? ജീവനില്ലാത്തതാണ്. നിങ്ങൾ കിടക്കുന്ന കട്ടിൽ അതെന്താണ്? ജീവനില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾക്കോ? യെസ്, ജീവനുണ്ട് അല്ലേ? അതുപോലെ ആനിമൽസിനോ ജീവനുണ്ട്, പ്ലാന്റ്സിന് ജീവനുണ്ട്. അതുപോലെ തന്നെ വോംസ്, പുഴുക്കൾ, അവർ ജീവനുണ്ട്, അതുകൊണ്ടാണ് അനങ്ങുന്നത്. ബേർഡ്സ്, അവർക്ക് ജീവനുണ്ട്. അപ്പോൾ ജീവനില്ല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ജീവനില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് എന്താണ്? ജീവനില്ല. സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന് എന്താണ്? ജീവനില്ല. മൊബൈൽ ഫോൺസ്, നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്തിലൂടെയാണ്? മൊബൈൽ ഫോൺസിലൂടെയാണ്. അതിനും ജീവനില്ല. അതുപോലെ ചെയറിൻ്റെ കാര്യം, പിന്നെ എർത്ത്, നമ്മുടെ ഭൂമിക്കൊന്നും ജീവനില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചറിയാൻ പറ്റും, ഈ ജീവനുള്ളവയെല്ലാം തന്നെ ജീവനില്ലാത്തവയെ, നോൺ ലിവിങ് തിങ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നത് മൊബൈൽ ഫോൺ വെച്ചിട്ടാ, ജീവനില്ലാത്തതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ? ആ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണോ? മിസ് ചെയ്യുന്നില്ലേ? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഇരിക്കുന്ന ചെയർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ്, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ജീവനില്ലാത്തവയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ? എയർ. ഈ എയർ ഇല്ലാതെ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റോടാ? അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റോ? ഇല്ല. സൺലൈറ്റ് ഇല്ലാതെ നമ്മുടെ സസ്യങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ജീവനുള്ള ഓരോ ഇതും എന്താണ്? ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആയിട്ട് കണക്ട് ചെയ്തതാണ്. ഇനി ഒരു ഗാർഡൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനകത്ത് ആരൊക്കെ ഉണ്ട്? തുമ്പിയുണ്ട്, മരമുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, പുൽച്ചാടി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതായത് കുറേ ജീവികളും അവ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പറയുന്നത്. അപ്പോൾ ഹാബിറ്റാറ്റ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ദ ഹാബിറ്റാറ്റ് ഈസ് എ ഏരിയ വെർ ആൻ ഓർഗാനിസം ലീവ്. അതായത് ഒരു ജീവി ജീവിക്കുന്ന പ്രദേശത്തെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടാണ് നിങ്ങളുടെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് അല്ലേ? നമുക്ക് മാത്രമല്ലട വീടുള്ളത്, എല്ലാവർക്കും വീടുണ്ട്. അവരാ ജീവിക്കുന്ന ആ ചുറ്റുപാട്, അതായത് നമുക്കിപ്പോൾ വീടൊക്കെ സിമെൻറ്റും കൊണ്ടൊക്കെ ഇഷ്ടികയൊക്കെ കെട്ടി സെറ്റപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടും ആവാസ വ്യവസ്ഥയൊക്കെ ആയിരിക്കും. പക്ഷേ പ്ലാന്റ്സിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ പുഴുക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പാമ്പുകളെ സംബന്ധിച്ചും എന്താണ്? ഈ പറഞ്ഞ ഇഷ്ടിക വെച്ചിട്ടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല. അവരുടെ ചുറ്റുപാടാണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ആവാസം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം, സ്ഥലം, അത് അവർക്ക് അതിജീവിക്കാൻ ആവശ്യമായതെല്ലാം അതിലുണ്ടാവും. ഇപ്പം നമ്മളൊരു വീട് കെട്ടി താമസിച്ചിട്ടുണ്ട്, എന്താണ്? നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതിനകത്ത് സെറ്റായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ വെള്ളം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റാതെ നമുക്കുടെ എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ വീട്. അതുപോലെ തന്നെ എന്താണ്? ജന്തുക്കൾക്കും അങ്ങനെ തന്നെയാണ്. അവരുടെ ഭക്ഷണത്തിനും അവരുടെ പാർപ്പിടത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ചുറ്റുപാടിനെയാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസം എന്ന് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഇതിൻ്റെ ഡെഫിനേഷൻ സാധാരണയായിട്ട് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഇനി അവർ പറയുന്നത് നിരവധി ജീവികൾ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ചുറ്റുപാടാണ് വയൽ. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ? നേരത്തെ ഒരു പിക്ചറിൽ കണ്ടില്ലേ? കൊക്ക്. കാരണം കൊക്കിൻ്റെ ഭക്ഷണം എന്താണ്? മീനാണ്. അപ്പോൾ മീൻ അടുത്തുള്ള ആ വയലൊരു കുളം
എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടിക്കോളും. അപ്പോൾ അവരുടെ ജീവിതം സെറ്റായിരിക്കും. അതുപോലെ നമ്മൾ കിങ്ഫിഷർ പൊന്മാൻ്റെ കേസ് കണ്ടിരുന്നു. പൊന്മാൻ്റെ വീട് എവിടെയായിരിക്കും? കുളത്തിനടുത്തായിരിക്കും, അല്ലെങ്കിൽ എന്താ പുഴയുടെ അടുത്തായിരിക്കും, അങ്ങനെ ജലാശയത്തിൻ്റെ അടുത്തായിരിക്കും പൊന്മാൻ അല്ലെങ്കിൽ കിങ്ഫിഷറിൻ്റെ ജോലി. കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അവരുടെ താമസം. ഓക്കെ, അപ്പോൾ അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ വയൽ എന്ന് പറയാം, നമ്മളെപ്പോഴും പാടം എന്നൊക്കെ പറയില്ലേ, അതെന്താണ്, ഒരുപാട് പേരുടെ ആവാസം, അതായത് ഒരുപാട് പേരുടെ ഹാബിറ്റാറ്റാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പുഴുക്കളുണ്ടാവും. പുഴുവിൻ്റെ വീട് എവിടെയായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് വയൽ, അതായത് ഈ പ്ലാന്റ്സ്. ഓക്കെ, പ്ലാന്റ്സ് കറക്റ്റായിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, അതല്ലാതെ പുൽച്ചാടികൾ ഉണ്ടാവും, ഒരുപാട് പ്രാണികൾ ഉണ്ടാവും, ബട്ടർഫ്ലൈസ് ഉണ്ടാവും, തുമ്പികൾ ഉണ്ടാവും. ഇവയുടെ എല്ലാവരുടെയും വീടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ വയൽ എന്ന് പറയുന്നത്. അവരുടെ ചുറ്റുപാടായിരിക്കാം ഈ പറയുന്നത്. അപ്പോൾ എന്താണ്, കുറേ ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് എന്ത് ഈ പറയുന്നത്, ആവാസമാണ് അല്ലെ ഹാബിറ്റാറ്റ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ വയൽ എന്ന് പറയുന്നത്. ഒരു മരം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. മരത്തിൽ എന്തോരം പേര് ജീവിക്കുന്നുണ്ട്. പ്രാണികൾ ജീവിക്കുന്നുണ്ടാവാം, ചെതൽ ജീവിക്കുന്നുണ്ടാവാം, പക്ഷികൾ ജീവിക്കുന്നുണ്ടാവാം, പുഴുക്കൾ ജീവിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ അണ്ണാൻ, അങ്ങനെയുള്ള ഒരുപാട് ജീവജാലങ്ങൾ താമസിക്കും. അപ്പോൾ അവരുടെ ആവാസം എന്താണല്ലോ, അവരുടെ ഹാബിറ്റാറ്റ് എന്താണ്, മരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ജീവി ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ജൈവ വൈവിധ്യ ഉദ്യാനം നിരവധി ജീവജാലങ്ങൾ ആവാസം, അതായത് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻസ് ഒക്കെ. ഈ ഗാർഡൻസിലൊക്കെ അറിയാലോ കുറേ ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ വീടായിരിക്കും. ഓക്കെ, അതുപോലെ ഓന്ത്, അതുപോലെ തന്നെ കുറേ ബേർഡ്സ്, അതുപോലെ തന്നെ കുറേ പുഴുക്കൾ, കുറേ ബട്ടർഫ്ലൈസ്, ഇവരുടെയൊക്കെ എന്താണ്, അവരുടെയൊക്കെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഗാർഡൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റും, അതായത് ഏത് ജീവിയുടെയും അവരുടെ ചുറ്റുപാടിനെ, അവരുടെ ആ ഒരു ജീവിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, ഹാബിറ്റാറ്റ്. ഇനി അതിന് എക്സാമ്പിളാണ് കൊടുത്തിരുന്നത് പാടി, അതായത് പാഡി ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, വയൽ, പാടം നമ്മൾ പറയും, അതൊരു എക്സാമ്പിളാണ്. ഇനി അതുപോലെ ഗാർഡൻ എന്താണ്, ഒരുപാട് ജീവജാലങ്ങളുടെ ഹാബിറ്റാറ്റാണ്. ഇനി ഗ്രാസ് ലാൻഡ് പുൽമേടുകൾ, അതുപോലെ മരുഭൂമി, ഐലൻഡ്സ്, സ്നോഫീൽഡ് ഒക്കെ എന്താണ്, ഹാബിറ്റാറ്റിൻ്റെ എക്സാമ്പിളാണ്. ഏതെങ്കിലും 3 പഠിക്കാം കേട്ടോ. 3 നിങ്ങൾക്ക് മൊത്തം പഠിക്കാൻ പറ്റും, ഒട്ടും പഠിക്കാൻ പറ്റാത്തവർക്ക് 3 പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തത്, ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ദ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നിലനിൽക്കണമെങ്കിൽ ജീവനില്ലാത്ത വായു ശ്വസിക്കണം, അല്ലെങ്കിൽ എന്താ, ജീവനില്ലാത്ത വെള്ളം കുടിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ പറയുന്നുണ്ട്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഓഫ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. അതായത് ഇതിനകത്ത് ഏതെങ്കിലും ജീവജാലങ്ങളുടെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പ്ലാന്റ് അതായത് നമ്മളെല്ലാം വെട്ടി നശിപ്പിച്ച് എന്തെയ്യുന്ന പ്ലാന്റ്സ് ഇല്ലയെന്ന് കരുതിക്കോ. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഭക്ഷണമാക്കുന്ന ഇവയുടെ എണ്ണം കുറയും. കാര്യം ഇവർ ഭക്ഷണമില്ലാതെ ചത്തുപോകും. പുൽച്ചാടി എന്ത് ചെയ്യുന്നുണ്ട്, ചത്തുപോകുന്നുണ്ട്. അതുവഴി എന്താണ്, പുൽച്ചാടി ചത്തുപോകുന്നത് വഴി കോഴിക്ക് ഭക്ഷണമില്ലാതെ ആവുന്നു, കോഴിയും ചത്തുപോകും. ഓക്കെ, ഭക്ഷണമില്ലാതെ നിന്ന് അത് ചത്തുപോകും. ഇനി കോഴി ചത്തുപോയി കഴിഞ്ഞാൽ ഫോക്സ്, കുറുക്കന് ഭക്ഷണമില്ലാതെ അതും മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് എന്താണ്, എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. എണ്ണം കൂടിയാലും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കടുവച്ചേട്ടൻ അങ്ങോട്ട് ഒരെണ്ണത്തിന് ഒരു കുറേ കടുവയുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അവ എല്ലാത്തിനും പിടിച്ച് തിന്നൂലടാ. ഓക്കെ, അപ്പോൾ എന്താണ്, അവരുടെ എല്ലാത്തിനും നമ്പറിൽ വേരിയേഷൻ. അപ്പോൾ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് വൈ ദ ടൈഗർ കൺസർവേഷൻ. നിങ്ങൾക്ക് ടൈഗറിന് ഇഷ്ടമാണോടാ? ഇഷ്ടമുള്ളവരൊന്ന് ടാറ്റ കാണിച്ചു, ടാറ്റ കാണിക്കാനൊക്കെ സോറി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാർട്ട് ഇമോജി ഇട്ടോ കേട്ടോ. ടൈഗറിന് ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ, എത്ര പേടിക്ക് ഇഷ്ടമുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു ആൻസർ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കുറേ ജീവജാലങ്ങൾക്ക്, അതായത് ടൈഗർ ഈസ് വൺ അമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. അതായത് ഭക്ഷ്യശൃംഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന കണ്ണി, ഏറ്റവും ലാസ്റ്റത്തെ കണ്ണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തെ കണ്ണിയാണ്. അതായത് നിങ്ങൾ ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടില്ലേടാ, ഏറ്റവും അവസാനത്തെ കണ്ണിയാണ്. ഇവയൊക്കെ എന്താണ് ഭക്ഷണമാക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ഈ ഒരു കടുവച്ചേട്ടൻ അല്ലേ, ടൈഗർ എന്ന് പറയുന്നത്. ഈ ടൈഗറിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഇവയ്ക്ക്, അതായത് ഈ പറഞ്ഞ മാൻ്റെ എണ്ണം കൂടും, അതുപോലെ ഫോക്സിൻ്റെ എണ്ണം കൂടും. ഇവയുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, തിന്നുകളയുന്നു. ഇവയൊക്കെ എന്താണ്, അവർ തിന്നുകളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ടൈഗർ എന്ന് പറയുന്നത് ഈ ഭക്ഷ്യശൃംഖല ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെട്ട ഒരു ജീവിയാണ് എന്ത്, ടൈഗർ അഥവാ കടുവ എന്ന് പറയുന്നത്. ഇനി പറയുന്നത്, ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ അതിനകത്ത് കാർണിവോറസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഹെർബിവോറസ് ഉണ്ടാകും. അതായത് സസ്യാഹാരികളുണ്ടാവും, മാംസാഹാരികളുണ്ടാവും. ഇവയുടെ എണ്ണം നമ്മൾ എന്താണ്, ഒരു ബാലൻസ് നിലനിർത്തിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവരുടെ എണ്ണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താഴെയുള്ള ഏതെങ്കിലും ജീവി നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധർമ്മം ചെയ്യുന്ന വേറെ ഏതെങ്കിലും ജീവി ഉണ്ടാകാം. പക്ഷേ ടൈഗറിൻ്റെ പ്രത്യേകത അനുസരിച്ച് ടൈഗറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് പകരം
ഫങ്ഷൻ ചെയ്യുന്ന, അതിന് പകരം പെർഫോം ചെയ്യുന്ന വേറൊരു ജീവിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ടൈഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിനെ കൺസർവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുക എന്നത് അതായത് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ടൈഗർ കൺസർവേഷൻ പാർക്കുകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുവയെ പോലുള്ള ഉയർന്ന ഹയർ റാങ്കിങ് ഓർഗാനിസത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷണത്തിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥയെ മുഴുവനായിട്ട് നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻവേഡേഴ്സ് അല്ലെങ്കിൽ അധിനിവേശക്കാർ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ആഫ്രിക്കൻ മുഷീനെ കുറിച്ച് കേട്ടിട്ടുണ്ടാടാ, അവരാണ് ഇവർ. അതായത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് അല്ലെങ്കിൽ ആഫ്രിക്കൻ മുഷി എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. ഇവർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു മത്സ്യമാണ്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് വളരെ 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 പെട്ടെന്ന് തന്നെ പെരുകും. ഒറ്റയടിക്ക് അവർക്ക് റീപ്രൊഡക്ഷൻ നടത്തി പെട്ടെന്ന് പെരുകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ ജലാശയത്തിലേക്ക് വന്ന് പെട്ടാൽ, അതായത് നമ്മുടെ ഈ പറയുന്ന നാട്ടിലെ ജലാശയത്തിലേക്ക് വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പെരുകുന്നു. ഇവരുടെ ജോലി അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ തിന്നുകയാണ്. അതായത് ചെറിയ ചെറിയ മീനുകളെയൊക്കെ ഇവർ തിന്നും. അപ്പോൾ ഇവർ പെട്ടെന്ന് പെരുകുകയും ചെയ്യും. നമ്മുടെ ജലാശയത്തിൽ മൊത്തം മീനുകൾ ഇവരെടുത്ത് കഴിക്കുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ കഴിക്കുന്ന മീനുകളൊന്നും നമ്മുടെ ജലാശയത്തിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജലാശയത്തിലെ മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താണ്, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജലാശയത്തിൽ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അല്ലെങ്കിൽ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്ന നേറ്റീവ് ഫിഷസിനെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവയെ ആഹാരമാക്കുന്ന, അതായത് ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ അല്ലെങ്കിൽ ആഫ്രിക്കൻ മുഷീനെ ആഹാരമാക്കുന്ന മീനുകളൊന്നും നമ്മുടെ ജലാശയത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം, നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷീൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കും? ആഫ്രിക്കൻ കാറ്റ്ഫിഷ് നന്നായി കിടന്ന് പെരുകും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇവയ്ക്ക് ഭക്ഷണമായിട്ട് എല്ലാ കുഞ്ഞു മീനുകളും തീരുന്നുണ്ട്. ഇവയെ ഭക്ഷണമാക്കുന്ന മീനുകളാട്ടെ നമ്മുടെ ജലാശയത്തിലും ഇല്ല. അപ്പോൾ അതെന്താണ്, ഒരു പണിയല്ലേടാ? ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരും കേട്ടോ, നോട്ട് ചെയ്ത് വെച്ച്. എളുപ്പമാണിത് എന്തായാലും. ഇനി ഫുഡ് റിലേഷൻഷിപ്പ്, ആഹാരബന്ധത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടാൽ അറിയാം, പുല്ല് കഴിച്ച് ജീവിക്കുന്ന പുൽച്ചാടിനെ ഭക്ഷണമാക്കുന്ന ഫ്രോഗിനെ ഭക്ഷണമാക്കുന്ന സ്നേക്കിനെ ഭക്ഷണമാക്കുന്ന ആരാണ്? കഴുകൻ ചേട്ടൻ അല്ലേ? എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇതിനെ ഭക്ഷണമാക്കുന്ന ഇത് ഈ ഒരു ശൃംഖല, ഈ ഒരു ചെയിനെയാണ് അല്ലെങ്കിൽ ഇതിനെ ചെയിൻ അല്ലെങ്കിൽ ശൃംഖലയാണ് ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല എന്ന് വിളിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് കേട്ടോ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയില്ലേടാ? അതായത് പുല്ലിനെ ആഹാരമാക്കുന്ന പുൽച്ചാടിനെ ആഹാരമാക്കുന്ന ഫ്രോഗിനെ ആഹാരമാക്കുന്ന പാമ്പ്. ഓക്കെ, ഇങ്ങനെയുള്ള ചെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് വിളിക്കുന്നത്. ദ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് കോൾഡ് ഫുഡ് ചെയിൻ. അതായത് ആഹാര ശൃംഖലാ ജാലത്തിന്റെ ഒറ്റ ശ്രേണീനെ നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ മൊത്തം പറഞ്ഞിരുന്നു. അതായത് ഒരൊറ്റ ശ്രേണീനെയാണ് എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് ലിങ്ക്, ഒന്നാമത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫസ്റ്റ് കണ്ണിനകത്ത് ഏതാണ്? പുല്ലല്ലേ? അല്ലേ? പുല്ല് കഴിക്കുന്ന പുൽച്ചാടി. ഓക്കെ, പുൽച്ചാടിനെ ഭക്ഷണമാക്കുന്ന ആരുണ്ട്? പാമ്പുണ്ട്. പാമ്പിനെ ഭക്ഷണമാക്കുന്ന ആരുണ്ട്? കഴുകനുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്ത് അവസാനത്തെ കണ്ണി അല്ലെങ്കിൽ ലാസ്റ്റ് ലിങ്ക് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കറക്റ്റാണ്, കഴുകനാണ് അല്ലേ? ഇനി ആദ്യത്തെ ഏതായിരിക്കും? ഫസ്റ്റ് കണ്ണി ഏതായിരിക്കും? അത് എപ്പോഴും എന്തായിരിക്കും? പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ. പ്ലാന്റ്സ് തന്നെയായിരിക്കും. ഇനി ഫോട്ടോസിന്തസിസ് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. പ്രകാശ സംശ്ലേഷണം അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതായത് സൂര്യപ്രകാശം യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്താ? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം ദ സൺലൈറ്റ്. അതായത് ഈ പറഞ്ഞ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. എനർജിക്കായിട്ട് അവർ ആരെയാണ് എടുക്കുന്നത്? സൺലൈറ്റിനെ വലിച്ചെടുക്കുന്നു. ഈ ഒരു ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിനെയാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ്. എന്ത് യൂസ് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നുണ്ട്, വാട്ടർ എടുക്കുന്നുണ്ട് അല്ലേ? എനർജിക്കായിട്ട് സൺലൈറ്റിനെ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ചെടികൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് പാകം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്.
വിളിക്കുന്നത്. ഇതിന് ക്ലോറോഫിൽ പിഗ്മെന്റ് ആവശ്യമാണ്. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ് ടു പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫുഡ്. അതായത് ഇലകളിൽ, അതായത് ക്ലോറോഫിലിന്റെ മലയാളം ഉണ്ട് ഹരിതകം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലകളിലെ ഹരിതകം എന്ന് പറയുന്ന വർണ്ണകമാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോസിന്തസിന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജൻ ഉണ്ട്. അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ എസെൻഷ്യൽ കമ്പോണൻസ് ഫോർ ദ ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്താ? സൺലൈറ്റ് ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്, സൺലൈറ്റ് ആവശ്യമാണ്. ക്ലോറോഫിൽ എന്താണ്? ഹരിതകം, ആ വർണ്ണക വസ്തു ആവശ്യമാണ്. ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചോട്ടെ, നമ്മുടെ ഇലകൾക്ക് പച്ചനിറം നൽകുന്ന ആ ഒരു ഘടകത്തിന്റെ പേരാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും, ഇലകൾക്ക് പച്ച നിറത്തിന് കാരണമാകുന്ന വർണ്ണക വസ്തുവിന്റെ അല്ലെങ്കിൽ പിഗ്മെന്റിന്റെ പേരെന്താണ്? ഒരു ഡൗട്ടും ഇല്ലാതെ ഇത് വെക്കണം, ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്നുള്ളത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഇനി സോഴ്സ് ഓഫ് എനർജി, ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സൂര്യചേട്ടന്റെ കയ്യിൽ നിന്നാടാ. സൂര്യചേട്ടൻ, അതായത് സണ്ണിൽ നിന്നിട്ടാണ്. ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് വേ ദാറ്റ് ദേ റിസീവ് മാക്സിമം സൺലൈറ്റ്. അതായത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലായിരിക്കും സസ്യങ്ങളുടെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും പ്ലാന്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞൊക്കെ പോകുന്നത്. ചില പ്ലാന്റ്സ് ഒക്കെ ചരിഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ? ആ സൂര്യൻ ചേട്ടന്റെ സൂര്യപ്രകാശം കിട്ടണം, അതിനനുസരിച്ച് അവരൊന്ന് പയ്യെ ചരിയുന്നുണ്ട്. അതെന്തിനാ? അതായത് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് പ്ലാന്റ്സിന്റെ ലീവ്സ്, അതായത് ഈ പറയുന്ന ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറോഫിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഹരിതകം എന്താണ്? നമ്മുടെ ക്ലോറോഫിൽ ഇസ് എ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം, ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇലകളുടെ ക്രമീകരണം കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. സൂര്യകാന്തി പൂവിന്റെ ഇലകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാണ് തണ്ട് എന്ന് വിചാരിച്ചോ. അയ്യോ, ഇവിടെ വരയ്ക്കണ്ട. ഓക്കെ, ഇവിടെ വരച്ചു കേട്ടോ. ഇതാണ് അതിൻ്റെ തണ്ട്. അല്ല, വേറെ കളർ വരാം, വൈറ്റ് വരാം അല്ലേ സാർ? വൈറ്റ് ആയിരിക്കും ഇത്രയും കൂടെ നല്ലത്. വൈറ്റ് വൈറ്റ് വൈറ്റ്, യെസ്. ഇതാണ് തണ്ടെന്ന് വിചാരിച്ചോ. ഇതാണ് തണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അല്ല, അതെ ഇവിടെ നിന്ന് പോവും, ഇവിടെ നിന്ന് പോവും, ഇവിടെ നിന്ന് പോവും, ഇങ്ങനെയായിരിക്കും പോകുന്നത്. കണ്ടോ? ഇത് നോക്കിയേ. അതായത് ഇവിടെ നിന്ന് നേരെയാണോ ലീഫ് പോയിരിക്കുന്നത്? നേരെയാണ്. ഇവിടെ നിന്ന് പോയി, പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയില്ല, ഇവിടെ നിന്ന് പോയി. ഒന്നുകൂടി വരച്ചു കാണിച്ചു കേട്ടോ. മിസ്സിന് ഇവിടെ സ്ഥലമില്ലാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ. പിന്നെ വരയ്ക്കാനും ഭയങ്കര കഴിവാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെടി എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഒരല്ല, 1, ഇവിടെ നിന്ന് ഒരല്ല, ഇവിടെ നിന്ന് ഒരല്ല. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സൂര്യകാന്തി പൂവിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് പോകുന്നത്. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതും ഒരു രീതി. ഇനി റോസാ ചെടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇലകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അത് നേരെയായിരിക്കും, അതായത് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെയായിരിക്കും. കണ്ടോ? നേരെയായിരിക്കും റോസാ ചെടികളുടെ ഇലകൾ പോയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലും ഇലകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതേസമയം നമ്മൾ വാഴയുടെ ഇതിൻ്റെ കേസ് എടുക്കും കേട്ടോ. ഇങ്ങനത്തെ ചെടികളെല്ലാം പ്ലാവില അങ്ങനത്തെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ, ഒരെണ്ണത്തിൽ നിന്ന് തന്നെയായിരിക്കും പോയിരിക്കുന്നത്. ചില ചെടികളൊക്കെ അത് ഇങ്ങനെയായിരിക്കും, ഒരെണ്ണത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ഇലകളുടെ ക്രമീകരണം എന്തിനു വേണ്ടിയിട്ടാണ്? സൺലൈറ്റിനെ ക്യാച്ച് ചെയ്ത് പിടിക്കാൻ, അബ്സോർബ് ചെയ്ത് പിടിക്കാൻ, അല്ല ആഗിരണം ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതാണ്, ഇതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് 7 പാലയാണ് കേട്ടോ. 7 പാലയാണ്, മാവല്ല, 7 പാല, ബനാനയോ അല്ല, 7 പാല. ഓക്കെ, അപ്പോൾ ഇത് ഹിബിസ്കസ് ചെമ്പരത്തിയാണ്, തുളസിയും അങ്ങനെ തന്നെയാണ്, 7 പാല. ഓക്കെ, ഇനി അടുത്തത് ബിഹൈൻഡ് ദ കളർ ഓഫ് ലീവ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രീൻ കളറിന് കാരണമാകുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയുന്നത്. പക്ഷെ ചില പ്ലാന്റ്സിലൊക്കെ കണ്ടിട്ടില്ലടാ, റെഡ് കളർ കാണാൻ സാധിക്കും അല്ലേ, യെല്ലോ കളർ ലീവ്സ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ പിന്നിലുള്ള പിഗ്മെന്റിന്റെ പേര് പഠിക്കണ്ടേ? അതിന് പിന്നിലുള്ള വർണ്ണക വസ്തുക്കളുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ചീരയുടെ കേസ് കണ്ടോ. ചീരയ്ക്ക് എന്ത് കളറാണ്? നല്ല റെഡിഷ്, ഒരു നല്ല ഒരു പിങ്ക് കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. ഓക്കെ, അതുപോലെ വേറെ ലീഫ് ഉണ്ട്, അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ഈ ടൈപ്പ് ലീവ്സ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ള പിന്നിലുള്ള റീസൺ ഇതാണ്. റെഡ് കളറാണെന്ന് ണ്ടെങ്കിൽ ആന്തോസൈനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണുള്ളത്. ആന്തോസൈനിൻ. ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണുള്ളത്. റെഡ് ആണെങ്കിൽ എന്താണ്? ആന്തോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തോസൈനിൻ ആയിരിക്കും, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ഇനി യെല്ലോ ആണെങ്കിലോ സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണുള്ളത്. യെല്ലോ ആണെങ്കിൽ സാന്തോഫിൽ, യെല്ലോ സാന്തോഫിൽ, ഓറഞ്ച് കരോട്ടിൻ. ഓറഞ്ച് എന്ന് ആലോചിച്ചാൽ നിങ്ങൾ ക്യാരറ്റിനെ ആലോചിച്ചാൽ മതി. ക്യാരറ്റിലും എന്താണ്? കരോട്ടിൻ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി റെഡ് എന്താണ്? ആന്തോസൈനിൻ ആണ് കേട്ടോ.
ഓക്കെ, ഇനി വാതക വിനിമയം സസ്യങ്ങളിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. അതായത് നമ്മളെ ശ്വസിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ മൂക്കിലൂടെ ശ്വാസം വായു അകത്തേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസനം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ശ്വസനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതെന്തിലാണ്, ഇലകളിൽ സൂക്ഷ്മമായിട്ടുള്ള കുറച്ച് സുഷിരങ്ങളുണ്ട്, അതായത് മൈക്രോസ്കോപ്പിക് ആയിരിക്കുന്ന പോർസുകളുണ്ട്. അതായത് ഇതാണ് ലീഫ് എന്ന് ചോദിച്ചോ, ഈ ലീഫിൽ എന്തുണ്ട്, കുഞ്ഞി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഏറ്റവും കുഞ്ഞ് മൈക്രോസ്കോപ്പ് കൊണ്ട് വെച്ചാൽ മാത്രമേ കാണാൻ പറ്റൂ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇലയെടുത്ത് അതിനകത്ത് കുത്തുണ്ടാകുന്ന നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല, നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതായത് മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്താണ്, കുഞ്ഞു ഹോൾസുകൾ നമ്മുടെ ലീഫിനുള്ളിലുണ്ട്. അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത് കേട്ടോ. സ്റ്റൊമാറ്റ എന്നാണ് അതിൻ്റെ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും പറയുന്നത്. ഈ സ്റ്റൊമാറ്റയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാതക വിനിമയം നടത്തുന്നത്. എന്താണ് വാതക വിനിമയം അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്നത്. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ? കണ്ടോ, കുഞ്ഞു ഹോൾസ് മൈക്രോസ്കോപ്പിലൂടെ കണ്ടപ്പോഴാണ് ഈ പറയുന്ന ഹോൾസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇതാണ് മൈക്രോസ്കോപ്പ്. ഇത് കണ്ടിട്ടുണ്ടോ മക്കളെ? നിങ്ങളുടെ സ്കൂളിലെ ലാബിലൊക്കെ ഈ സാധനം കാണാൻ പറ്റും. ഇടയ്ക്കൊന്ന് മിസ്സിനോടൊക്കെ ചോദിക്കും, മിസ്സേ ഞങ്ങളെ ഒന്ന് മൈക്രോസ്കോപ്പൊക്കെ ഒന്ന് കാണിക്കുക, ഞങ്ങളൊന്ന് ലാബിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒന്ന് പറയാം, അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട ആൾക്കാരൊന്ന് തമ്പ് കാണിച്ചേടാ, ഒന്ന് തമ്പിട്ടെ. എത്ര പേര് മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് തമ്പിട്ടേടാ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ, അതായത് തിരിഞ്ഞൊക്കെ വരുന്നുണ്ട്, നല്ല വൈറ്റ് കളർ മൈക്രോസ്കോപ്പ് ആടാ, സൂപ്പർ സാധനം. ഓക്കെ, ഇതിലൂടെയാണ് കേട്ടോ നിങ്ങളുടെ എന്തായാലും എന്താണ് ലാബിലുള്ളത് ഇത്രയും നല്ല ഗെറ്റപ്പ് സാധനമൊന്നും ആയിരിക്കില്ല, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും ലെൻസ് ഒന്നും ഉണ്ടാവില്ല, 2 ലെൻസ് ഉള്ളതായിരിക്കും. ഇനി നമ്മുടെ ഒരു മാംഗോ ട്രീ പറയുകയാണ്. ഐ ആം മാംഗോ ട്രീ, മൈസെൽഫ് പ്രിപ്പയർ ഇൻ ദ ഫുഡ് ഐ നീഡ്. അതായത് മാംഗോ ട്രീ, മാങ്ങ പറയാണ്, എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനം, അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ലൊറാന്തസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് പറയുകയാണ്, ഐ ഓൾസോ പ്രിപ്പയർഡ് മൈ ഓൺ ഫുഡ് ബട്ട് ഐ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദിസ് പ്ലാന്റ്. അതായത് ഞാൻ ഈ പറയുന്ന മാവിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, പക്ഷേ എനിക്ക് ആവശ്യമായിട്ട് വെള്ളമൊക്കെ എവിടെ നിന്നാണ്, മാവിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ കെസ്ക്യൂട്ട പറഞ്ഞ, ഐ ആം കെസ്ക്യൂട്ട, ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. ഞാൻ എന്താ ചെയ്യുന്നില്ല, ആഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് മാങ്ങാ ചേട്ടൻ്റെ, അതായത് മാവിൻ്റെ അടുത്ത് നിന്ന് എല്ലാം അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഓരോ ജീവജാലങ്ങളും എന്താണ് ഈ പറഞ്ഞ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല. സസ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് ഒരെണ്ണത്തിനെ, അതായത് ഒരു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ദ ഹാബിറ്റാറ്റ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. ഓക്കെ, വാസസ്ഥലത്തിനായി മാത്രമായി ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ മാവിൻ്റെ കേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സസ്യങ്ങൾ, അതായത് നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ബേർഡ്സ് മാത്രമല്ല, എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സസ്യങ്ങളും അവരെന്ത് ചെയ്ത് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി, അതായത് അവരുടെ ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രം, ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ അവരുടെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, എപ്പിഫൈറ്റ്. അതായത് അതിനകത്ത് ഉദാഹരണം ഓർക്കിഡുകൾ കണ്ടിട്ടില്ല, ഓർക്കിഡുകൾ അവർക്ക് ഒരു സ്ഥലം വേണം വളരാനായിട്ട്. ഓക്കെ, അതല്ലാതെ അവർ ഭക്ഷണമൊക്കെ അവർ തന്നെ ചെയ്തോളൂ. അപ്പോൾ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ആൾക്കാരെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ വാണ്ടഡ് ടു ഗ്രോ ഇൻ ദ climbing on to the trees. The thick roots absorb moisture from the atmosphere. അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി വളർത്താനായിട്ട് സഹായിക്കുന്നു. കട്ടുകൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അവരുടെ നിന്ന്, അതായത് ഏത് മരത്തിലാണോ വളരുന്നത് അവിടെ നിന്ന് ഒന്നും വലിച്ചെടുക്കുന്നില്ല, അവർ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താണ്, അവർക്കൊരു സ്ഥലം വേണം, വീടില്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അവർക്കൊരു സ്ഥലം വേണം, അത്രയേ ഉള്ളൂ, അല്ലാതെ അവിടെ നിന്ന് ഒന്നും അവർക്ക് വേണ്ട. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാത എന്നാണ് പ്ലാന്റ്സ് വിച്ച് മേക്ക് ഇറ്റ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ഈസ് കോൾഡ് സെമി പാരസൈറ്റ്. അതായത് എക്സാമ്പിൾ ലൊറാന്തസ് ആണ്. ഇത്തിൽക്കണ്ണി നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും, മാവിലൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇത്തിൽക്കണ്ണി എന്ന് അറിയണം. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആതിഥേയ സസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം മാവിൻ്റെ കേസിരിക്കുക, മാവിനിൽ നിന്ന് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കും. അതായത് കഷ്ടപ്പെട്ട് മാവ് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നതായിരിക്കും ഈ പറയുന്ന സാധനങ്ങൾ. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലൊറാന്തസ് ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുത്തിട്ട് അവർ സ്വയം അങ്ങ് ഭക്ഷണം പാകം ചെയ്യും. അവർക്ക് ഈ പറഞ്ഞ പോലെ ജലത്തിനെയൊക്കെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ന്യൂട്രീഷൻസിന് അല്ലെങ്കിൽ ന്യൂട്രിയൻസിന് അല്ലെങ്കിൽ ലവണങ്ങളെ ഒന്ന് അന്വേഷിച്ച് പോകേണ്ട. അതൊക്കെ മാവിൽ നിന്ന് അല്ലെങ്കിൽ ഏതാണോ ആ പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കുന്നു, എന്നിട്ട് സ്വയം പ്രിപ്പയർ ചെയ്യുന്നു. അത്തരം സസ്യങ്ങളെയാണ് സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? മറ്റേ ആളെന്താണ് ചെയ്യുന്നത്, എപ്പിഫൈറ്റ്സ് എന്താ ചെയ്യുന്നത്, ഒരു ഉപദ്രവവും ഇല്ല, ജസ്റ്റ് അവർക്കൊരു സ്ഥലം കൊടുത്താൽ മാത്രം മതി. ഇവർക്ക് അങ്ങനെയല്ല, സ്ഥലവും കൊടുക്കണം, ആ
പാവം മാവ് അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ആണോ അത് വലിച്ചെടുക്കുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ആയിക്കോട്ടെ, ന്യൂട്രിയൻസ് ഉണ്ട്, അതൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഈ പറയുന്ന മാവിലൊക്കെ ലൊറാന്തസ് അല്ലെങ്കിൽ ഇത്തിൽക്കണ്ണി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാരണന്മാരൊക്കെ പറയും ഇത്തിൽക്കണ്ണി വന്നിട്ടുണ്ട്, അത് വെട്ടിക്കളയണമെന്ന് പറയും. കാരണം ഇത്തിൽക്കണ്ണിനെ വെട്ടിയില്ലെങ്കിൽ എന്താ, ഇത്തിൽക്കണ്ണി മൊത്തം അവിടെയുള്ള എല്ലാ പറയുന്ന മാവിൻ്റെ എല്ലാ ബ്രാഞ്ചസിലുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ വാട്ടറും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നത്. നമ്മുടെ മാവിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണന്മാരൊക്കെ അതൊക്കെ വെട്ടിക്കളയും കേട്ടോ. അപ്പോൾ സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾക്ക് എക്സാമ്പിളാണ് ലൊറാന്തസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. അടുത്തത് ടോട്ടൽ പാരസൈറ്റ്, പൂർണ്ണപരാതങ്ങൾ. എന്തായിരിക്കും? അതായത് ഈ പറയുന്ന മറ്റൊരു ഇത്തിൽക്കണ്ണിയുടെ കേസ് എന്താണ്? ഈ പറഞ്ഞ മാവ് വലിച്ചെടുക്കുന്ന വെള്ളവും ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് ഫുഡ് പാകം ചെയ്യുന്നുണ്ട്. പക്ഷേ ടോട്ടൽ പാരസൈറ്റ് അല്ലെങ്കിൽ പൂർണ്ണപരാതങ്ങൾ എന്താ? പ്ലാന്റ്സ് ദാറ്റ് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്. അതായത് ഏത് സസ്യത്തിലാണോ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളെ ആ സസ്യത്തിൽ പൂർണ്ണപരാതം, അതായത് മൊത്തമായിട്ട് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ മൊത്തം വലിച്ചെടുക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് മൊത്തം വലിച്ചെടുക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നില്ല? ഈ പറയുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല, അതെല്ലാം മൊത്തം വലിച്ചു കൂട്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നു. അങ്ങനെയാണ് പൂർണ്ണപരാതങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. കണ്ടോ, മൂടില്ലാത്ത ആളെ അല്ലെങ്കിൽ കെസ്ക്യൂട്ട എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ചിങ്ങനെ ലെങ്തിയാന്നൊക്കെ തോന്നും, പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ ചാപ്റ്ററിലുള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഡെഫിനീഷൻസ് ഒക്കെ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, കുറേ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫുഡ് വെബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫുഡ് ചെയിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ മുഷി അതിൻ്റെ കേസ് ആയിക്കോട്ടെ, പിന്നെ ഈ പറയുന്ന എപ്പിഫൈറ്റ്, സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്, അതൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ ഡെഫിനീഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിരിക്കുന്ന ടോപ്പിക്സിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഫുഡ് ചെയിനിലിടാം അതിൻ്റെ എന്ത് ചെയ്യുക, ആ ഗ്രാഫ്, അതായത് പ്ലാന്റ്സിൽ നിന്ന് അത് പ്ലാന്റ്സ് കഴിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗിനെ കഴിക്കുന്ന പാമ്പിനെ കഴിക്കുന്ന എന്താണ്, ഈഗിൾ അല്ലെങ്കിൽ കഴുകൻ, അങ്ങനെ എന്തായാലും അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്താണ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ് തരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ, സീ യു.